നാവികസേനയുടെ ശക്തമായ ഉപരോധവും ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളും അവഗണിച്ച് ഇറാനിയൻ എണ്ണ ടാങ്കർ സില്ലി സിറ്റി സുരക്ഷിതമായി രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയിൽ പ്രവേശിച്ചതായി ഇറാൻ. US നാവിക ടാസ്ക് ഫോഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളെ മറികടന്നാണ് ടാങ്കർ ലക്ഷ്യസ്ഥാനത്തെത്തിയത് എന്ന് ഇറാനിയൻ സൈന്യം ചൊവ്വാഴ്ച ഔദ്യോഗികമായി അറിയിച്ചു. ചൈനയുടെയും മറ്റ് സഖ്യകക്ഷികളുടെയും കരുത്തിൽ ഇറാൻ പുതിയ പ്രതിരോധം തീർക്കുകയാണ്. US നേവി ഫ്ലീറ്റ് ഗ്രൂപ്പിന്റെ നിരവധി മുന്നറിയിപ്പുകളും നേരിട്ടുള്ള ഭീഷണികളും ഉണ്ടായിരുന്നിട്ടും ഇറാനിയൻ ടാങ്കർ ഇന്നലെ രാത്രിയോടെ പ്രാദേശിക ജലാശയത്തിൽ പ്രവേശിച്ചു. സൈനിക പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: നിലവിൽ കപ്പൽ ഇറാനിലെ ഒരു തെക്കൻ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഇറാനിയൻ നാവികസേനയുടെ പൂർണ്ണമായ സുരക്ഷാ വലയത്തിലും പിന്തുണയോടെയുമാണ് സില്ലി സിറ്റി അറേബ്യൻ കടൽ കടന്നത്. ഏപ്രിൽ 13 മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തെ തുടർന്ന് മേഖലയിൽ കപ്പൽ ഗതാഗതം ദുഷ്കരമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉപരോധ നിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് ഒമാൻ ഉൾക്കടലിൽ വെച്ച് ഇറാനിയൻ പതാക വഹിച്ച ടൗസ്ക എന്ന ചരക്ക് കപ്പൽ US നാവികസേന പിടിച്ചെടുത്തിരുന്നു. ഇതിനെ നിയമവിരുദ്ധമായ നടപടിയെന്ന് വിശേഷിപ്പിച്ച് ഇറാൻ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സില്ലി സിറ്റിയുടെ വിജയകരമായ പ്രവേശനം ഇറാൻ ആഘോഷിക്കുന്നത്. US സെൻട്രൽ കമാൻഡ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം ഉപരോധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 27 വാണിജ്യ കപ്പലുകളോട് ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്ന് മടങ്ങാനോ റൂട്ട് മാറ്റാനോ അമേരിക്കൻ സേന നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഊർജ്ജ ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത ആഗോള ഷിപ്പിംഗ് വിപണിയെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ പ്രതിദിനം 120 കപ്പലുകൾ കടന്നുപോകുന്ന ഈ റൂട്ടിൽ ഗതാഗതം ഇപ്പോൾ മന്ദഗതിയിലാണ്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച 14 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ അത് നീട്ടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുമുണ്ട്. സമാധാന കരാർ നിലവിൽ വരുന്നതുവരെ വെടിനിർത്തൽ നീട്ടുമെന്നും എന്നാൽ ഇറാൻ തുറമുഖങ്ങളിലുള്ള US നാവികസേന ഉപരോധം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് തന്റെ പ്രഖ്യാപനമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അറിയിച്ചു. അതേസമയം രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് പുറപ്പെടാനിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ യാത്ര റദ്ദാക്കി. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഇറാൻ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. അമേരിക്കയുടെ നടപടികൾ കടൽക്കൊള്ളയാണെന്നും ഭരണകൂട ഭീകരതയാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഖായി ആരോപിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ കപ്പലുകൾ തടഞ്ഞ നടപടി അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും മിനാമിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് തിരിച്ചു. ഇവരെ രണ്ടാമത്തെ റൗണ്ട് ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലേക്ക് കൊണ്ടുപോകേണ്ട വിമാനം വാഷിംഗ്ടണിലേക്ക് തിരിച്ചുവിട്ടതായാണ് ഫ്ലൈറ്റ് ഡേറ്റ സൂചിപ്പിക്കുന്നത്. US സംഘത്തെ JD വാൻസും ഇറാൻ സംഘത്തെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ കാലിബാഹും നയിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള സൂചന. എന്നാൽ ഇറാൻ ഔദ്യോഗികമായി ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചില്ലെന്ന് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അതാവുള്ള തരാർ അറിയിച്ചു. രണ്ടാം ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതില്ലെന്നും ഇത് വെറും സമയം പാഴാക്കലാണെന്നും ഇറാൻ പറഞ്ഞതായി തൻസി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ ഗവൺമെന്റ് മുഴുവനായും തകർന്നിരിക്കുന്നുവെന്ന വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലെന്നും എന്നാൽ US സൈന്യം മറ്റെല്ലാ കാര്യങ്ങളിലും സജ്ജമാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം അപ്രതീക്ഷിതമായ ആക്രമണത്തിനുള്ള പുതിയ തന്ത്രമാണെന്നാണ് ഇറാന്റെ പ്രതികരണം. വെടിനിർത്തൽ നീട്ടിയത് അപ്രതീക്ഷിതമായ ആക്രമണത്തിന് സമയം കണ്ടെത്താനുള്ള ഒരു തന്ത്രമാണെന്നും ഇറാൻ പാർലമെന്ററി സ്പീക്കർ ഉപദേഷ്ടാവ് മഹദി മുഹമ്മദ് പറഞ്ഞു. തുടർച്ചയായ ഉപരോധം തുടർച്ചയായ ആക്രമണങ്ങൾക്ക് തുല്യമാണെന്നും സൈനിക പ്രതികരണം നേരിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെടിനിർത്തൽ നീട്ടിയതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപിന് നന്ദിയും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.